അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വിരുന്നുകാർക്ക് തിരുവനന്തപുരംകാർ വിരുന്നുകാരുണ്ട്. അപ്പോൾ ചോറാണ് കേട്ടോ. ചോറ് വെച്ചു, പപ്പടം പൊരിച്ചു, ഇറച്ചി പൊരിച്ചു, സലാഡ് ഉണ്ടാക്കി. ഇത് ബീഫ് കറിയാണ്, ഇത് ചിക്കൻ കറിയാണ്, അച്ചാറുണ്ട്, എല്ലാ സാധനങ്ങളുമായി. ചോറൊക്കെ ഉണ്ട്. ഇനി ആൾക്കാരെ നാട്ടിത്തരാം കേട്ടോ. ഇന്നത്തെ രാവിലെ വാങ്ങിയ കറി ഇതിൻ്റെ ബാക്കിയാണ്. പത്തിരിയുണ്ട്, നൂൽപൊട്ടുണ്ട്, പൊറാട്ടയുണ്ട്. ഇനി വിരുന്നുകാർ കാട്ടിത്തരാം. തലയിൽ തട്ടടുവണേ. മഴ വന്നോ? ഞങ്ങൾ വന്നാൽ വരും. ഇതാണ് കേട്ടോ കാക്ക, മൂത്ത കാക്ക. തലമേലെ ഏറ്റിട്. അതാ ബാക്കിൽ ഈ തലക്ക്. തന്നെ ഇതാണ് മൂത്ത കാക്ക. ഇത് അനിയനാണ്, എൻ്റെ അനിയനാണ്. വീഡിയോ എടുക്കണതാണ്. പിന്നെ പെണ്ണ് ഇവിടെ ഉണ്ട്. പെണ്ണിനെ ഏതായാലും കാണിക്കണില്ല. ഈ പുതിയെണ്ണ കാണിക്കണ്ടേ? ഒരാളുണ്ട് ഇവിടെ. അതാട്ടോ കിടന്നുറങ്ങാണ്. രാവിലെ ട്രെയിനിന് വന്നിട്ട് കുറേ നേരം കട്ടിലുമ്പോൾ കടന്ന് പിന്നെ ഇപ്പോൾ അതാ താഴത്തേക്ക് ഇറങ്ങിക്കണം. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? അപ്പോൾ തട്ട അല്ലാതെ അല്ല. അപ്പോൾ മക്കളെയൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ നാളെ കുണ്ടോട്ടിക്ക് പോകണം. അവളെ ചെക്കൻ കുണ്ടോട്ടിയിലാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഞങ്ങളോട്. വീഡിയോ അല്ല, മറ്റേ ലൈവ് 4 മണിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ. ഇത് അടച്ചു വയ്ക്കുമ്പോൾ അലുവ ഒക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് അടച്ചൊക്കെ കേട്ടോ. ഇനി ഉച്ചക്കോല എല്ലാവരും ഇരുന്ന് തിന്നാൽ മതി. പിന്നെ നാളെ ഞങ്ങൾ രാവിലെ ഏതായാലും അങ്ങോട്ട് പോവുകയും ചെയ്യും. 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഒക്കെ റെഡിയാക്കി നേരം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൂടുതലൊന്നുമില്ല. അസ്സലാമു അലൈക്കും. കാക്കാനെ കണ്ടില്ല ഞങ്ങൾ? കാക്കാനെയും അതാണ് കബീർ ഖാൻ്റെ മൂത്ത ഏട്ടനാണത്. ആ മൂത്ത ഏട്ടൻ്റെ ചെറിയ മകൻ്റെ മകളെയാണ് കുണ്ടോട്ടിക്ക് കെട്ടിച്ചത്. അതിനാളാപ്പയും വന്നിക്കണം. ഇപ്പോൾ നിശ്ചയിച്ചാനാണ് കേട്ടോ. കല്യാണം എന്നാണ് നിശ്ചയിച്ചാനാണ് പോണത്. അപ്പോൾ ഇനി എവിടെ താത്ത എവിടെ പോയി? താത്തയും കിടക്കണോ? ശരി എന്നാൽ താത്ത കിടക്കുക. അപ്പോൾ താത്താനെ എടുക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും.